സർ, മുൻ മന്ത്രി കെ ബാബുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അധികാരം വളരെയേറെ ഒരു താഴ്ചയിലോട്ട് പോകാനായിട്ടുള്ളൊരു കാരണം VM സുധീരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഇടപെടലാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് വെക്കുന്നുണ്ട്? ഞാനും കണ്ടിരുന്നു ആ അഭിമുഖം സുമയ്യ. ആ അഭിമുഖത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ നമ്മളിപ്പോൾ പലരെയും ഈ ആദർശമുള്ള വലിയ വിഗ്രഹങ്ങളായിട്ട് നമ്മൾ പലരെയും കാണും. ഈ ആദർശമുള്ള വിഗ്രഹങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പേര്, പ്രശസ്തി, ഞാനെന്ന് പറയുന്ന ഒരൊറ്റയായിട്ടുള്ള ഒരാൾ, അങ്ങനെയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഈ ആദർശത്തോട് നിലനിൽക്കുന്ന ആളുകൾക്ക് ഒരു സംഗതിയെ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. VM സുധീരൻ KPCC പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ വലിയ ആവേശത്തോടെയാണ് ആളുകളെല്ലാം കണ്ടത്. എന്ന് പറഞ്ഞാൽ വലിയ ആദർശമുള്ള ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ നമ്മുടെ ഇമേജ് മാത്രം നോക്കുന്ന ഒരാൾ, എൻ്റെ ഇമേജ് മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾ ഒരു മുന്നണി രാഷ്ട്രീയത്തിലും വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരുടെ കൂട്ടത്തിലേക്കും വരുന്നതിൽ നിന്ന് അകന്നു നിൽക്കണം, പരിശുദ്ധനും വിശുദ്ധനുമായി. ഇത്തരം പൊളിറ്റിക്കൽ പോസ്റ്റുകൾ എടുക്കുമ്പോൾ അങ്ങനെ വിശുദ്ധിയല്ല പ്രശ്നം. അവരവർക്ക് അഴിമതിയിൽ ബന്ധപ്പെടാതെ പരമാവധി അകലെ നിന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു സംഗതിയൊക്കെ ആയിട്ടാണ് ആക്ച്വലി നമ്മളിപ്പം ഒരു വീട്ടിൽ കഴിയുമ്പോൾ പോലും എല്ലാവരും ആ വീട്ടിലെ പരിശുദ്ധരാക്കിയിട്ട് ആ വീട്ടിലൊരാളായി തീരാൻ നമുക്ക് പറ്റത്തില്ല. അവിടെ വ്യത്യസ്ത താല്പര്യങ്ങളുണ്ടാവും. VM സുധീരനെ സംബന്ധിച്ച് കെ ബാബു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കെ ബാബു സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ് കെ ബാബു എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ, അദ്ദേഹത്തിന് നമ്മുടെ കരുനാപ്പള്ള മഹേഷിനെ കളിയാക്കിയിരുന്നത് പോലെ കല്യാണ ഉണ്ണിയെന്നും പിന്നെ അതുപോലെ തന്നെ ശവത്തിന് അകമ്പടി പോകുന്ന ആളുമായിട്ടൊക്കെ പരിഹസിച്ചിരുന്നത്. ആ മണ്ഡലത്തിൽ അങ്ങനെ നിന്ന് ആദ്യമായിട്ട് അദ്ദേഹം മന്ത്രിയായി. ആ മന്ത്രിയായതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഈ ഭരണമാറ്റം ഉണ്ടായപ്പോൾ പിന്നീട് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരനായ ഒരു DGPയുടെ നേതൃത്വത്തിൽ അയാളുടെ വീട് റെയ്ഡ് ചെയ്തു, മോളെ കെട്ടിച്ച വീട് ചെയ്തു, ഭാര്യ ജോലി ചെയ്തിടം റെയ്ഡ് ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് കണക്കിൽ കവിഞ്ഞ 5000 രൂപയുടെ എങ്ങാണ്ട് സ്വത്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ കേസും കൊണ്ട് മുന്നോട്ട് പോയത്. അത്രയേറെ അപമാനിക്കപ്പെട്ട, അത്രയേറെ വേദനിക്കപ്പെട്ട ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഘട്ടത്തിൽ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാം, കാരണം അദ്ദേഹം പൊതു രാഷ്ട്രീയ രംഗത്തുനിന്നും മത്സര രാഷ്ട്രീയ രംഗത്തുനിന്ന് പുള്ളി മാറി. പലപ്പോഴും അവിടെയാണ് ഇത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഇദ്ദേഹം അധികാരത്തിൽ വന്ന ആ സന്ദർഭത്തിലാണ് ഈ മദ്യനിരോധനം എന്ന് പറയുന്ന ഒരു സംഗതിയുമായി പുള്ളി വന്നത്. പുള്ളി ഒരു ഗാന്ധിയനൊക്കെ ആണെന്നുള്ള ഒരു മേൽവിലാസത്തിലാണ് VM സുധീരൻ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ റവന്യൂ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ ആളുകളുടെ ഒരു ശീലം വെച്ചും ഈ പറയുന്ന ഒരു മദ്യത്തിൻ്റെ ഒരു മേഖല ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. അതോടൊപ്പം തന്നെ ടൂറിസം അടക്കമുള്ള മേഖലകൾ അതിലുണ്ട്. അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാവും. അത് ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരാളിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ അതിനേക്കാൾ കുറച്ചുകൂടി കേമനാണ് ഞാനെന്ന് വരുത്തുന്നൊരു ഭാവത്തിലേക്ക് ഏകപക്ഷീയമായി ചില അഭിപ്രായങ്ങൾ വന്നപ്പോഴാണ് ഇന്ന് ബാബു സാറ് പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു തീരുമാനം എഴുതാൻ പറഞ്ഞു, എല്ലാ ബാറുകളും അടച്ചു പൂട്ടുന്നു. അങ്ങനെയാണ് ഒരു UDF മീറ്റിങ്ങിൽ അപ്രതീക്ഷിതമായി എല്ലാ ബാറുകളും അടച്ചു പൂട്ടുന്നു എന്ന് പറയുന്ന ഒരൊറ്റ തീരുമാനം എടുത്തത്. എല്ലാവരും ഞെട്ടിപ്പോയി. അതൊട്ടും പ്രായോഗികമായിരുന്നില്ല. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ആ ബാറുകൾ അടച്ചുപൂട്ടുന്ന ആ തീരുമാനം എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്? ചില തീരുമാനങ്ങൾ അങ്ങനെ നമുക്ക് വിജയിച്ചതും പരാജയപ്പെട്ടതും നമുക്ക് കണക്ക് കൂട്ടാനൊക്കില്ല. അതൊരിക്കലും ഒരു ബുദ്ധിപരമായ ഒരു ഇംപ്ലിമെൻറ്റേഷന് യോഗ്യമായ ഒരു തീരുമാനമായിരുന്നില്ല അത്. കാരണം ഈ സൊസൈറ്റിയിൽ ഒരുപാട് പേര് മദ്യപിക്കുന്നവരുണ്ട്. ആ മദ്യപിക്കുന്ന ആളുകളുടെ അവർക്ക് അതിന് പകരം അതില്ലെങ്കിൽ അതിന് പകരമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഇത് മദ്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഗാന്ധിജിയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗുജറാത്തിലടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊരു, പ്രത്യേകിച്ച് ടൂറിസം പോലെയുള്ള മേഖലകളിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെ ഉമ്മൻചാണ്ടിയെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതുപോലെ ആദർശത്തിൻ്റെ ആൾരൂപം പൂണ്ട് ചില പ്രസ്താവനകൾ നടത്തി മിടുക്കനാകാൻ പോയപ്പോഴാണ് ഉമ്മൻചാണ്ടി അതിനൊരു മറുപണി അദ്ദേഹം പണിഞ്ഞത്. അതുമാത്രമായിരുന്നില്ല VM സുധീരൻ്റെ ഒരു ഇടപെടൽ. അതിനുശേഷം അന്ന് സീറ്റ് കൊടുക്കുന്നതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബെന്നി ബെഹനാനെ ഒഴിവാക്കുന്നതിൽ വാശി പിടിച്ചു. കെ ബാബുവിനെ ഒഴിവാക്കണം എന്നും പറഞ്ഞ് അവസാനം വരെ വാശി പിടിച്ചു. പിന്നെ എല്ലായിടവും നിന്ന് ജയിക്കുന്ന, എവിടെ മത്സരിച്ചാലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലാത്ത അടൂർ പ്രകാശിനെ മാറ്റണം എന്നും പറഞ്ഞ് പുള്ളി തന്നെ KPC പ്രസിഡന്റ് തന്നെ മുൻപിലിറങ്ങി. അവസാനം വലിയ സമ്മർദ്ദത്തിൽ ബെന്നി ബെഹനാനെ മാറ്റി, ബാക്കി ആരെയും മാറ്റിയില്ല. അങ്ങനെ ആ ഇലക്ഷൻ സീൻ അങ്ങ് അലമ്പാക്കി പുള്ളി. അതാണ് ബാബു ഈ പറഞ്ഞ സംഗതി.